നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ നാളെ മുതൽ സമ്മർ ടൈം ക്ലോക്കുകൾ 1 മണിക്കൂർ മുൻപോട്ട് വയ്ക്കണം. ബ്രിട്ടനിൽ ഈ വർഷത്തെ സമ്മർ ടൈം മാർച്ച് 29 ഞായറാഴ്ച മുതൽ നിലവിൽ വരും. ശനിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ രാജ്യത്തെ എല്ലാ ക്ലോക്കുകളും 1 മണിക്കൂർ മുൻപോട്ട് തിരിച്ചുവയ്ക്കണം. ഇതോടെ ഗ്രീൻവിച്ച് മീൻ ടൈമിൽ നിന്നും രാജ്യം BSTയിലേക്ക് മാറും. സൂര്യോദയവും അസ്തമനവും 1 മണിക്കൂർ വൈകുന്നതിലൂടെ പ്രഭാതങ്ങളിൽ വെളിച്ചം കുറയുകയും സായാഹ്നങ്ങളിൽ പകൽ വെളിച്ചം ദീർഘനേരം നിലനിൽക്കുകയും ചെയ്യും. ജൂൺ മാസത്തോടെ ബ്രിട്ടനിൽ ഏകദേശം 16 മണിക്കൂർ വരെ സൂര്യപ്രകാശം അനുഭവപ്പെടും. വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനമായ സമ്മർ സോൾസെറ്റിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കമാണിത്. സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും താനേ സമയം മാറുമെങ്കിലും വോൾ ക്ലോക്കുകൾ നേരിട്ട് മാറ്റേണ്ടി വരും. ജോലിസ്ഥലങ്ങളിലും യാത്രാ സമയങ്ങളിലും ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഈ സമയമാറ്റം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ലണ്ടനിൽ ഡെലിവറി തൊഴിലാളികൾക്കെതിരെ കർശന പരിശോധന. അറസ്റ്റുകൾ വർദ്ധിക്കുന്നു. ലണ്ടൻ നഗരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് പരിശോധന ശക്തമാക്കി. കഴിഞ്ഞ ദിവസം തെക്കൻ ലണ്ടനിലെ വാഡ്സ്വർത്തിൽ മെട്രോപൊളിറ്റൻ പോലീസ് നടത്തിയ കർശന പരിശോധനയിൽ നിരവധി ഡെലിവറി ഡ്രൈവർമാർ പിടിയിലായി. റോഡുകളിൽ ട്രാഫിക് കോണുകൾ സ്ഥാപിച്ച് ഗതാഗതം നിയന്ത്രിച്ചായിരുന്നു പരിശോധന. മൊപ്പഡുകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന ഡെലിവറി തൊഴിലാളികളെ തടഞ്ഞു നിർത്തി അവരുടെ വിസ രേഖകളും തൊഴിൽ അനുമതിയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഹോം ഓഫീസിലെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവുമായി ചേർന്നായിരുന്നു ഈ നീക്കം. പരിശോധനയിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടർന്ന പാകിസ്ഥാൻ സ്വദേശിയെയും ഇമിഗ്രേഷൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച ഒരു ഇന്ത്യൻ പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടാതെ മോഷ്ടിച്ചതെന്ന് സംശയിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ 19 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1971 ഇമിഗ്രേഷൻ ആക്ട് പ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അനധികൃതമായി ജോലി ചെയ്യുന്നവരെയും നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെയും കണ്ടെത്താൻ വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഡെലിവറി മേഖലയിൽ വർദ്ധിച്ചുവരുന്ന നിയമലംഘനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം നിയന്ത്രിക്കണം. പുതിയ മാർഗനിർദ്ദേശം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗം ദിവസവും 1 മണിക്കൂറായി പരിമിതപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒറ്റയ്ക്ക് സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുട്ടികൾ വേഗത്തിലുള്ള വീഡിയോകൾ കാണുന്നത് ഒഴിവാക്കാനും പകരം രക്ഷിതാക്കൾക്കൊപ്പം ചേർന്ന് സ്ക്രീൻ ഉപയോഗിക്കാനും എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ നിർദ്ദേശിച്ചു. സ്ക്രീനുകൾക്ക് പകരം കഥാപുസ്തകങ്ങൾ വായിക്കുന്നതിനും ലളിതമായ കളികളിൽ ഏർപ്പെടുന്നതിനും മുൻഗണന നൽകണം. നീണ്ട നേരം സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നത് കുട്ടികളുടെ ഉറക്കത്തെയും ശാരീരിക വളർച്ചയെയും ബാധിക്കുമെന്നാണ് വിദഗ്ധ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആധുനിക കാലത്തെ വേഗമേറിയ ദൃശ്യങ്ങൾ കുട്ടികളുടെ മസ്തിഷ്കത്തിൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും ഇത് വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. രക്ഷിതാക്കൾ ജോലിത്തിരക്കിനിടയിൽ കുട്ടികളെ ശാന്തരാക്കാൻ ഫോണുകൾ നൽകുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണ്. എന്നാൽ ഇത് ഭാവിയിൽ കുട്ടികളുടെ വികാസത്തെ ദോഷകരമായി ബാധിക്കും. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് പഠന സഹായിയായി സ്ക്രീൻ ഉപയോഗിക്കുന്നതിന് ഈ നിയന്ത്രണം ബാധകമല്ല. വരും വർഷങ്ങളിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. പാർട്സ് ക്ഷാമം. ജാഗ്വാർ ലാൻഡ് റോവർ സോളിഹൾ പ്ലാന്റിലെ ഉൽപ്പാദനം നിർത്തിവെച്ചു. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ JLR തങ്ങളുടെ സോളിഹൾ പ്ലാന്റിലെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചു. വാഹന ഭാഗങ്ങൾ എത്തിച്ചു നൽകുന്ന വിതരണക്കാരനുമായുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. ഏകദേശം 2 ആഴ്ചക്കാലം ഉൽപ്പാദനം തടസ്സപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഈസ്റ്റർ അവധിക്കാലത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഷട്ട് ഡൗണും ഉൾപ്പെടുന്നു. ഈ പ്രതിസന്ധി പ്രധാനമായും റേഞ്ച് റോവർ സ്പോർട്സ് മോഡലുകളുടെ നിർമ്മാണത്തെയാണ് ബാധിക്കുക. വിതരണക്കാരനുമായുള്ള പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ ലഭിക്കുന്നതിൽ താമസമുണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്പനി വക്താവ് അറിയിച്ചു. ഉൽപ്പാദനം നിർത്തിവെച്ചെങ്കിലും ജീവനക്കാർ പതിവ് പോലെ ജോലിക്ക് ഹാജരാക്കണമെന്ന് കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമുണ്ടായ വൻ സൈബർ ആക്രമണത്തെ തുടർന്ന് ആഴ്ചകളോളം ഉൽപ്പാദനം തടസ്സപ്പെട്ടതിന് പിന്നാലെ കമ്പനി നേരിടുന്ന വലിയൊരു തിരിച്ചടിയാണിത്. സൈബർ ആക്രമണത്തിന് ശേഷം ഉൽപ്പാദനം സാധാരണ നിലയിലേക്ക് മടങ്ങിവരുന്നതിനിടയിലാണ് പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ആഗോളതലത്തിൽ വാഹന വിപണി നേരിടുന്ന വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഇത്തരം പ്രമുഖ ബ്രാൻഡുകളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. ഈസ്റ്റർ വാരാന്ത്യത്തിൽ മാഞ്ചസ്റ്റർ മെട്രോലിങ്ക് ശൃംഖലയിൽ വൻ നിയന്ത്രണം. 3 പ്രധാന ലൈനുകൾ അടച്ചിടും.
മാഞ്ചസ്റ്ററിലെ മെട്രോ ലിങ്ക് ട്രാം ശൃംഖലയിൽ ഈ വർഷത്തെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഈസ്റ്റർ വാരാന്ത്യത്തിൽ വൻ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഏപ്രിൽ 3 വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ 6 തിങ്കളാഴ്ച വരെ ആൾഡ്രിഞ്ച, എക്ലെസ്, ട്രഫോർഡ് പാർക്ക് എന്നീ 3 പ്രധാന ലൈനുകളിൽ ട്രാമുകൾ പൂർണ്ണമായും നിർത്തലാക്കും. ഏകദേശം 150 മില്യൺ പൗണ്ട് ചെലവഴിച്ചുള്ള നവീകരണ പദ്ധതിയുടെ ഭാഗമായി 1 കിലോമീറ്ററിലധികം ട്രാക്കുകൾ മാറ്റാനാണ് അധികൃതരുടെ തീരുമാനം. ഈ ദിവസങ്ങളിൽ ഈസ്റ്റ് ഡിഡ്സ്ബറി എയർപോർട്ട് ലൈനുകൾ ഫേസ്വുഡ് വരെ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ. റോച്ച്ഡെയിൽ ലൈൻ എക്സ്ചേഞ്ച് സ്ക്വയറിൽ യാത്ര അവസാനിപ്പിക്കും. ട്രാമുകൾക്ക് പകരമായി എല്ലാ സ്റ്റോപ്പുകളിലും ബസ് സർവീസുകൾ ലഭ്യമാക്കും. യാത്രക്കാർ മെട്രോ ലിങ്ക് ടിക്കറ്റുകൾ കരുതിയിരിക്കണമെന്നും എന്നാൽ ബസ്സിനുള്ളിൽ ടിക്കറ്റ് ലഭിക്കില്ലെന്നും ട്രാൻസ്പോർട്ട് ഫോർ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ അറിയിച്ചു. ഏപ്രിൽ മാസത്തിലെ തുടർന്നുള്ള വാരാന്ത്യങ്ങളിലും ആഷ്ടൺ ലൈനിൽ അറ്റകുറ്റപ്പണികൾ തുടരും. സുരക്ഷിതവും കാര്യക്ഷമവുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കാനാണ് ഈ നവീകരണമെന്നും യാത്രക്കാർ ബി നെറ്റ്വർക്ക് ആപ്പ് വഴി വിവരങ്ങൾ മുൻകൂട്ടി പരിശോധിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ലിവർപൂളിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. വൻ സുരക്ഷാ സന്നാഹം. ലിവർപൂൾ സിറ്റി സെന്ററിലെ പ്രമുഖ ഹോട്ടലായ റാഡിസൺ ബ്ലൂവിൽ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് വിനോദസഞ്ചാരികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചു. ഓൾഡ് ഹാൾ സ്ട്രീറ്റിലുള്ള ഹോട്ടലിൽ ഫയർ അലാം മുഴങ്ങിയതിനെ തുടർന്നാണ് പോലീസും അഗ്നിശമന സേനയും ആംബുലൻസുകളും ഉൾപ്പെടെയുള്ള വൻ സംഘം സ്ഥലത്തെത്തിയത്. 6 ആംബുലൻസുകളും 2 ഇൻസിഡന്റ് റെസ്പോൺസ് യൂണിറ്റുകളും സംഭവ സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ഹോട്ടലിലെ ഫയർ അലാം തുടർച്ചയായി മുഴങ്ങിയെങ്കിലും അത് ഓഫാക്കാൻ അധികൃതർക്ക് സാധിക്കാതെ വന്നതോടെയാണ് പരിഭ്രാന്തി പടർന്നത്. കഠിനമായ തണുപ്പിലും 1 മണിക്കൂറിലധികം ഹോട്ടലിന് പുറത്ത് നിൽക്കേണ്ടി വന്നതായി അതിഥികൾ പരാതിപ്പെട്ടു. ഉറക്കത്തിനിടയിലാണ് അലാം കേട്ടതെന്നും ഫോണോ ജാക്കറ്റോ എടുക്കാൻ പോലും സമയം ലഭിച്ചില്ലെന്നും ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹോട്ടലിൻ്റെ പിൻഭാഗം പോലീസ് പൂർണ്ണമായും വളയുകയും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെങ്കിലും കൃത്യമായ കാരണം വ്യക്തമായിട്ടില്ല. ലിവർപൂൾ എക്കോ ഉൾപ്പെടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ തത്സമയ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NS&I മേധാവി രാജിവെച്ചു. 37,500 ഉപഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നതിൽ വൻ വീഴ്ച. നാഷണൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മേധാവി ഡാക്സ് ഹാക്കിൻസ് സ്ഥാനമൊഴിഞ്ഞു. അന്തരിച്ച ബന്ധുക്കളുടെ പ്രീമിയം ബോണ്ട് നിക്ഷേപം കൈമാറുന്നതിൽ വരുത്തിയ ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് നടപടി. ഏകദേശം 37,500 ഉപഭോക്താക്കൾക്കായി 476 മില്യൺ പൗണ്ട് നൽകുന്നതിലാണ് ബാങ്ക് പരാജയപ്പെട്ടത്. ട്രഷറി ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് 22 വർഷമായി സ്ഥാപനത്തിലുണ്ടായിരുന്ന ഹാർക്കിൻസിന്റെ രാജി. നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിലെ കാലതാമസം കാരണം പല കുടുംബങ്ങൾക്കും നിയമസഹായം തേടേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. മുൻ HRC മേധാവി സർ ജിം ഹാരെ ഇടക്കാല CEO ആയി നിയമിച്ചു. ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം അടുത്ത 3 മാസത്തിനുള്ളിൽ സമഗ്രമായ അന്വേഷണം നടത്തും. സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിച്ചുവെന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ആരോപിച്ചു. എന്നാൽ ഉപഭോക്താക്കളുടെ പണം സുരക്ഷിതമാണെന്നും പണം തിരികെ നൽകാൻ പ്രത്യേക ടീമിനെ സജ്ജമാക്കിയതായും പെൻഷൻ മന്ത്രി ടോസ്റ്റൺ ബെൽ അറിയിച്ചു. മെയ് മാസത്തിൽ ഇത് സംബന്ധിച്ച കർമ്മപദ്ധതി പുറത്തിറക്കും. അച്ചടക്ക നടപടി തുടരുന്നതിനിടെ നേഴ്സ് ആത്മഹത്യ ചെയ്തു. NMCക്കെതിരെ കൊറോണർ അന്വേഷണം. UK-ലെ നഴ്സിംഗ് റെഗുലേറ്ററായ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണോ ഒരു നേഴ്സിന്റെ മരണത്തിന് കാരണമായതെന്ന കാര്യത്തിൽ കൊറോണർ അന്വേഷണം ആരംഭിച്ചു. 34 വയസ്സുകാരിയായ നേഴ്സ് അമേലിയ മോർട്ടൺ സ്കോട്ട് അച്ചടക്ക നടപടികൾ നേരിടുന്നതിനിടയിലാണ് സ്വയം ജീവനൊടുക്കിയത്. അവരുടെ മാനസികാവസ്ഥയെ അന്വേഷണത്തിലെ കാലതാമസം ബാധിച്ചിരുന്നോ എന്ന് സോമർസെറ്റ് കൊറോണർ സ്റ്റീഫൻ കോവൽ പരിശോധിക്കും. തൊഴിൽ ചെയ്യാനുള്ള യോഗ്യതയെ സംബന്ധിച്ച അന്വേഷണമാണ് അമേലിയയ്ക്കെതിരെ നടന്നിരുന്നത്. NMC നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടും അതിന്മേൽ സ്വീകരിച്ച തുടർ നടപടികളും കോടതി പരിശോധിക്കും. പ്രൊഫഷണൽ റെഗുലേറ്റർമാർ നടത്തുന്ന അന്വേഷണങ്ങൾ ജീവനക്കാരിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതായി നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അമേലിയയുടെ മരണത്തിൽ NMCയുടെ പങ്കും അന്വേഷണത്തിലെ പിഴവുകളും വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. അന്വേഷണം നീണ്ടുപോയത് മാനസിക നില തകരാറിലാക്കാൻ കാരണമായോ എന്നതിലായിരിക്കും പ്രധാന ശ്രദ്ധ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.